കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കിന്നും ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തരുന്ന കർത്താവിന് വെച്ച് തന്ന ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മളുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പഠിക്കുന്നത് 202ാമത്തെ ക്ലാസ്സാണ്. ഇത്രയും കാലം നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ചർച്ച ചെയ്യാനൊക്കെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുകയും കർത്താവിന് മഹത്വപ്പെടുത്താം. ഇന്ന് ചർച്ച് മിനിസ്ട്രിയിൽ കരുണയെ എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാം, ഇതാണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ വേണ്ടി ഇന്ന് ചേർന്നിട്ടുള്ളത് തങ്കച്ചൻ ബ്രദറാണ് നമ്മുടെ കൂടെ ഉള്ളത്. കർത്താവിൻ്റെ ചർച്ച് മിനിസ്ട്രിയിൽ കരുണയുടെ അനിവാര്യത, അതാണ് നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നത്. കർത്താവ് ആളുകളെ കണ്ട് കരഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ലേഖനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വായിക്കുമ്പോഴും സൗമ്യതയുടെ ആത്മാവിൽ ആളുകളുടെ പെരുമാറുന്നതിനെ കുറിച്ച് ഗലാത്യ ലേഖനത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നു. മത്തായി സുവിശേഷത്തിലാണെങ്കിലും ഒരുത്തൻ തെറ്റിലാകപ്പെട്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സംസാരിക്കുന്ന വാക്കുകൾ ആളുകളെ കരുണയിലേക്ക്, ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ കരുണയിലേക്ക് എത്തിക്കുന്ന വാക്കുകളായി നമുക്ക് കാണാം. ഒരുപക്ഷെ ഒരു വലിയ ആക്സിഡന്റ് നടന്ന് കഴിഞ്ഞ എല്ലുകൾ ഒടിഞ്ഞു തുടങ്ങിയ ഒരു മനുഷ്യനോട് ഒരു ഡോക്ടർ എത്ര സൂക്ഷ്മമായിട്ടാണ് അവൻ്റെ എല്ലുകൾ ക്രമീകരിക്കുന്നതും ആ ഓപ്പറേഷൻ നടത്തുന്നതും, അതാണ് ആ മനുഷ്യനെ ജീവിതത്തിലേക്കും അതുപോലെ ആദ്യമായിരുന്ന അവസ്ഥയിലേക്കും തിരിച്ചു കൊണ്ടുവരുന്ന ശാന്തമായ ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർ. അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആ കരുണ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് സവിസ്തരം കേൾക്കാം. പ്രിയ തങ്കച്ച സഹോദരനെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഒത്തിരി ചലഞ്ച് ആയിട്ട് കണക്കൂട്ടാവുന്ന ഒരു സാഹചര്യമാണ് ക്രിസ്തീയ ശുശ്രൂഷ. അതുപോലെ ഈ ശുശ്രൂഷയിലെ ഒരുപക്ഷെ ആളുകളൊക്കെ ആദ്യ ഉണ്ടായിരുന്ന ആ സ്നേഹവും ആ കാഴ്ചപ്പാടും ഒക്കെ വിട്ടുമാറി ഒരു പ്രത്യേക നിലയിലേക്കാണ് പാരസ്പര്യങ്ങൾ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ ശുശ്രൂഷയിൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നതും ഒക്കെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഭവിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ശുശ്രൂഷാ ദൗത്യത്തിൽ കരുണയുടെ പ്രസക്തിയും പ്രാധാന്യവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഞാൻ ലളിതമായ ചില ആശയങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഈ കരുണ എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കറിയാം, ഒരാൾക്ക് അർഹമായ നിലയിലുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു റീറ്റാലിയേഷൻ അത് കൊടുക്കാതിരിക്കുന്നതാണ് കരുണ എന്നാണ് പറയുന്നത്. എന്നാൽ കൃപ എന്ന് പറഞ്ഞാൽ അനർഹമായിട്ട് ഉള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. നമുക്കൊക്കെ ശരിക്കും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കും പ്രത്യേകിച്ച് എനിക്കും കർത്താവിനോട് ധൈര്യമായിട്ട് ചോദിച്ച് എനിക്ക് എൻ്റെ അവകാശം, എനിക്കുള്ളത് അർഹതപ്പെട്ടത് തരാനായിട്ട് ചോദിച്ചാൽ ഒരു കാര്യം മാത്രമാണ്, നിത്യ നരകമാണ് നമുക്ക് അർഹപ്പെട്ടത്. നരക ലോകത്തിന് നരക യോഗ്യരായി തീർന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തോട് ശത്രുത്വമുള്ളവരായി തീർന്ന നമുക്ക് നരകം മാത്രമാണ് അർഹതയായിട്ടുള്ളത്. അത് ലഭിക്കാതെ പോയി എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചുള്ള വലിയ ധൈര്യം. അത് കർത്താവിന്റെ കരുണ കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലെ ക്രിസ്തീയ ശുശ്രൂഷാ ദൗത്യത്തിൽ ഒരിടയൻ കരുണയുള്ളവനല്ല എങ്കിൽ നമുക്ക് ആ ഇടയനെ സംബന്ധിച്ച് ആകാത്ത ഇടയൻ അല്ലെ തുമ്പുകെട്ട ഇടയൻ എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. ശരിക്കും ഒരു ചർച്ച് ഫീഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ ആത്മീകമായ ആഹാരം പങ്കുവെച്ചു കൊടുക്കുന്ന ആളാണ് ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു മൂപ്പൻ എന്ന ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പലപ്പോഴും ഈ ആഹാരം പങ്കുവെച്ചു കൊടുക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെയുള്ള ബാലൻസിങ്ങിൽ പലപ്പോഴും പല ആളുകളും പല സഭകളും പരാജയപ്പെടുന്നുണ്ട്. ഇന്നത്തെ ക്രിസ്തീയ ലോകം ഒരുപക്ഷെ ഒത്തിരി സ്വതന്ത്രവും ജനാധിപത്യപരവും ഒക്കെ ആയ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് ഒരു സഭയിലും അതിൻ്റെതായ ഒരു അലയൊലികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നെ പഠിപ്പിക്കാൻ ആര്, എന്നെ ഉപദേശിക്കാൻ ആര്, എന്നെ കറക്റ്റ് ചെയ്യാൻ ആര്, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ഇന്ന് പൊതുവായിട്ട് നമുക്ക് നോക്കിയാൽ ദൈവസഭകളിൽ കാണുവാനായിട്ട് സാധിക്കും.
ഇവിടെ തീർച്ചയായിട്ടും ഒരു ഇടയനെ സംബന്ധിച്ച് ഒത്തിരി സഹിഷ്ണുതയുടെ ആവശ്യമുണ്ട്, സഹനത്തിന്റെ ആവശ്യമുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാവും. എന്നാല് നമ്മെ സംബന്ധിച്ച് കർത്താവിന്റെ ഇടയ ദൗത്യത്തിന്റെ റെപ്രസെന്റേറ്റീവുകളായിട്ടാണ് നമുക്കൊരു ചർച്ച് മിനിസ്റ്റർ ദൈവം തരുന്നത്, അല്ലെ ചർച്ചിനകത്തുള്ള വിവിധ ശുശ്രൂഷകൾ നമുക്ക് ദൈവം നൽകുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ദൈവം നമുക്ക് മനോഹരമായ ചില പാറ്റേണുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ വിജയികളായി തീർന്ന ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ അത് ചെയ്യരുത് എന്നൊക്കെയുള്ള രീതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, എങ്ങനെ ഒരു ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യരുതെന്ന് അറിയണമെങ്കിൽ നമുക്ക് 3 യോഹന്നാന്റെ പുസ്തകം അതിന്റെ 9-ാം വാക്യം മുതൽ വായിക്കുമ്പം അവിടെ ദേത്രൈമസ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യരുതെന്ന് അദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സത്യത്തിൽ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ദൈവത്തോളം സഹിഷ്ണുതയുള്ള, അല്ല, ഒരു പാപിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം മുന്നോട്ട് വരുന്നത് പോലെ ആരും വരത്തില്ല. കാരണം ഒരു പാപിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം തന്നെ മനുഷ്യരൂപമെടുത്ത് ദരിദ്രനായി തീർന്ന് ഒടുവില് എല്ലാവരാലും പരിഹസിക്കപ്പെട്ടും എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും ഒക്കെ അതെ എല്ലാ നിലയിലും പരിശോധിക്കപ്പെട്ട് വിജയിയായി തീർന്ന കർത്താവ് അങ്ങനെ ന്യായപ്രമാണം മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി പരമയാഗമായി തീരുകയും നമ്മുടെ സ്ഥാനത്ത് മരിക്കുകയും നമ്മുടെ മരണം മരിക്കുകയും ചെയ്തതിലൂടെ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കർത്താവ് തന്റെ മരണം മൂലം സ്ഥാപിച്ച ആ സഭയെ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അപ്പസ്തോലനായിട്ടുള്ള പൗലോസിൽ കൂടിയാണ് കിട്ടുന്നത്. ആ കാലത്തും സഭാസ്ഥാപന കാലത്തും സഭയുടെ ആദിമകാലത്തും ഇതേ ചലഞ്ചുകൾ തന്നെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഗലേഷ്യർക്ക് എഴുതിയ ലേഖന അപ്പസ്തോലനായ പൗലോസിന്റെ. ആ പുസ്തകത്തിൽ ഒരു വലിയ ചലഞ്ച് ഉണ്ട്. കാരണം സഭയ്ക്കകത്ത് അന്യതാ ഉപദേശിച്ചു വേറൊരു സുവിശേഷവുമായിട്ട് കടന്നു വന്നുകൊണ്ട് തന്റെ ശുശ്രൂഷയെ തകിടം മറിക്കുവാൻ ശ്രമിച്ച ആളുകളുണ്ട്, ജൂദൈസേഴ്സ് അല്ലെങ്കിൽ യഹൂദ മതാനുസാരികൾ. അത് യഹൂദ മതവും ക്രിസ്തീയതയും കൂടി കലർത്തി വിശ്വാസവും പ്രവൃത്തിയും അല്ലെ മോശയുടെ ന്യായപ്രമാണവും ഒരുപോലെ കമ്പൈൻഡ് ആയിട്ട് പോകണം, പരിച്ഛേദന ഏറ്റുകൊണ്ട് വേണം ആരംഭിക്കാൻ എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ആ സഭയെ വല്ലാതെ തകർത്തപ്പോൾ അപ്പസ്തോലനായ പൗലോസ് ആ ലേഖനം എഴുതി. ഈ ഗലാത്യ ലേഖനം നമ്മോട് പറയുന്നത് തീർച്ചയായിട്ടും ഈ തുമ്പുകെട്ട ഇടയന്മാർ ലീഗലിസ്റ്റുകളാണ്, അതായത് നിയമാനുസാരികളാണ്. ക്രിസ്തുവിലൂടെ ദൈവം പൂർത്തീകരിച്ച വേലയിൽ വിശ്വസിച്ച് ആശ്രയിക്കുക മാത്രം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രസക്തിയില്ലവർക്ക്. അവരുടെ പ്രസക്തി എന്ന് പറയുന്നത് മോശയിക ന്യായപ്രമാണം എന്നുള്ളതാണ്, എടുത്താൽ പൊങ്ങാത്ത ഭാരം ആളുകളുടെ മേൽ വെക്കുക എന്നുള്ളതാണ്, അങ്ങനെ അവരെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ്, അങ്ങനെ അവരെ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ് എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്, അവരുടെ താല്പര്യം അതായിരുന്നു. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു, നിയമാനുസൃതമായ ഒരു ജീവിതം കൊണ്ട് പങ്കിലമായ പരസ്പര സ്പർദ്ധയും യുദ്ധവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. നിയമം എപ്പോഴും അപകടകരമാണ്. അത് അനുസരിക്കുവാനോ അതിനെ അനുഗമിക്കുവാനോ ഉള്ള യോഗ്യത മനുഷ്യർക്ക്, അതിനുള്ള പ്രാപ്തിയില്ല വീണുപോയ മനുഷ്യൻ അറിയാവുന്നതുകൊണ്ട് കർത്താവ് തന്നെ താൻ ഇനിഷ്യേറ്റീവായിട്ട് എടുത്തിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന് ഗലാത്യ ലേഖനം പറയുന്നു. ക്രിസ്തുവിൽ ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയതുകൊണ്ട് ഈ അടിമമുഖത്തിന് കീഴിൽ ഉൾപ്പെടരുത്. ആ ന്യായപ്രമാണം ഒരിക്കലായിട്ട് കഴിഞ്ഞുപോയി. കർത്താവായ യേശു ക്രിസ്തു ശാപം മരത്തിൽ തൂങ്ങുന്ന ഏവന് ശപിക്കപ്പെട്ടവൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നുകൊണ്ട് നാം സ്വതന്ത്രരായി തീർന്നു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ന്യായപ്രമാണം യേശു കർത്താവിന്റെ ജീവിതവും പഠിപ്പിക്കലുകളും അടങ്ങുന്ന മനോഹരമായ ലോ ഓഫ് ക്രൈസ്റ്റ്, അല്ലെ, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്നുള്ള നിലയിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ജീവിക്കുന്നത് നിയമങ്ങൾ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല, നിങ്ങൾ തമ്മിൽ പോരിന് വിളിച്ച് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോവുകയില്ല എന്നൊക്കെ അപ്പസ്തോലനായ പൗലോസോട് പറഞ്ഞു. ഇതിനുശേഷം റെസ്റ്റോറേഷനെ സംബന്ധിച്ച് പിന്നീടാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ റെസ്റ്റോറേഷൻ എന്നുള്ളൊരു കാര്യം വരാനായിട്ട് കാര്യം, ദൈവസഭയുടെ ചരിത്രം പഠിച്ചാൽ 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവസഭ ആരംഭിച്ചത് മുതൽ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷന്റെ ആവശ്യമുണ്ട്, റിപ്രൂഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ആളുകളുടെ പാവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അവരെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെ സംബന്ധിച്ച് അപ്പസ്തോലനായ പൗലോസിലൂടെ ധാരാളമായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കർത്താവ് തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലുണ്ടായിരുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ അത് പ്രതിധ്വനിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചുരുക്കമായി ഒന്ന് മനസ്സിലാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ അപ്പസ്തോലൻ പറയുന്നു,
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ, ഒരു പാപത്താൽ പിടിക്കപ്പെട്ടു പോയെങ്കിൽ അവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുമെന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. വിജയകരമായ ഒരു ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് പിന്തുടരേണ്ടതായിട്ടുള്ള ഒരു 3 ബിബ്ലിക്കൽ പാറ്റേൺ വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്ന, നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആളുകളെ തീർച്ചയായിട്ടും യഥാസ്ഥാനപ്പെടുത്താൻ കഴിയും, റെസ്റ്റോർ ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ റെസ്റ്റോർ ചെയ്യുന്ന നമ്മളല്ല, കർത്താവിന്റെ പാറ്റേൺ അനുസരിച്ച് കർത്താവ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കർത്താവാണ് ആ ഫൈനൽ റൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നമ്മളെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഞാനിവിടെ 3 പാറ്റേൺ പറയുമ്പോൾ, ഒന്ന് ഗലാത്യർ അതിന്റെ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. പ്രധാനമായിട്ടും 1-ാമത്തെ വാക്യമാണ്. അതുപോലെ തന്നെ അതിന് തീർച്ചയായിട്ടും സപ്പോർട്ടായിട്ട് 2 തിമോത്തിയോസ് 2:24 മുതൽ 26 വരെ ഒരു എൽഡർ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം ഒരു ചർച്ചില് വീണുപോയ ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് പൗലോസ് എന്റെ ജീവിതാനുഭവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ 2-ാമത് സൗമ്യമായ സമീപനം പോലെ തന്നെ സഹിഷ്ണുതയോടുള്ള ചുവടുവയ്പ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സഹിഷ്ണുതയോടെ, വളരെ കാത്തിരിക്കുന്ന മനസ്സോടെ, ശരിയായി വരും എന്നുള്ള ബോധത്തിലുള്ള ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിനെ സംബന്ധിച്ചുണ്ട്. അത് സഹിഷ്ണുതയോടുള്ള ചുവടുവയ്പ്പുകൾ എന്നാണ് ഞാൻ അതിന്റെ ഹെഡിങ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ മത്തായി 18-ാം അധ്യായം 15 മുതൽ 17-ാമത്തെ വാക്യത്തിൽ മുതൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതൽ മടങ്ങി വരുന്ന മകന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ലാസ്റ്റ് 3-ാമത് ഈ 2 കാര്യത്തിലും റെസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത നിലയിൽ റിബല്യസ് ആയിട്ട് അഹങ്കാരത്തോടുകൂടി അല്ലെങ്കിൽ വലിയ ധാർഷ്ട്യത്തോടു കൂടി നിൽക്കുന്ന ചില വിശ്വാസികളുണ്ട്. അത് അവരുടെ നേച്ചറാണ്. ചില ആളുകളുടെയൊക്കെ നേച്ചർ അങ്ങനെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരു തരത്തിലും എത്ര കാത്തിരുന്നിട്ടും അവരെ മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. 3-ാമത്തെ നിലയിൽ ഒരു പാറ്റേൺ കാണിച്ചു തന്നിരിക്കുന്നത് അത് സ്നേഹാധിഷ്ഠിത ശിക്ഷണം എന്നുള്ളതാണ്. അത് ചാസ്റ്റൈസ്മെന്റ് എന്നുള്ളതാണ്. അതൊരു പക്ഷേ സിവിയർ ആണ്. ആളുകളുമായിട്ട് അകന്ന് അവരെങ്ങനെയുള്ളവരെ പുറത്താക്കി മാറ്റി നിർത്തിയിട്ട്, സഭയുടെ ആ സെക്യൂർ ഡൊമൈനിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് അവരെ ജഡസംഹാരത്തിന് സാത്താനെ ഏൽപ്പിക്കുക, അല്ലെ അവരുടെ പാപത്തിൽ തന്നെ കുടുങ്ങി വല്ലാതെ തകർന്നടിഞ്ഞ് അവരുടെ ജഡം അല്ലെങ്കിൽ അവരുടെ സ്വയം ഒക്കെ ഒന്ന് അമർന്നതിന് ശേഷം അവർക്ക് തിരികെ ഈ സഭയിലേക്ക് വരികയും ചെയ്യാം. ആരും വരരുതെന്ന് ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് 6-ാം അധ്യായം ഗലേഷ്യൻസ് അതിന്റെ 1-ാമത്തെ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഒരു വാക്യം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തെറ്റിൽ കുടുങ്ങിപ്പോയി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ അകന്ന് ഒരു എന്താ പറയുന്നത്, ഒരു വഴിതെറ്റിപ്പോയ ഒരാട് അവരെങ്ങനെയാണ് റെസ്റ്റോർ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് തിരികെ കൊണ്ടുവരേണ്ടെന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ജഡത്തിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ ഫലം. അപ്പോൾ അവിടെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന അല്ലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയൂ. അതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ പറയുന്നത്. അത് പൊതുവായിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, ആര് വേണമെങ്കിലും ആകാൻ തെറ്റിപ്പോകുന്നയാൾ വല്ല തെറ്റിലും, ആ തെറ്റിന്റെ ആ രീതി, അതിന്റെ എന്താ പറയുന്ന ആ തെറ്റിന്റെ അതിന്റെ ഭയങ്കരത്വം അതൊക്കെ വ്യത്യസ്തമായിരിക്കാം. ഏത് തെറ്റിൽ അകപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടില്ല, വല്ല തെറ്റിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ഇന്റൻസിറ്റി അതിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ അകപ്പെട്ടു പോയെങ്കിൽ തീർച്ചയായിട്ടും അകപ്പെടുത്തുകയാണ്. വലയിൽ കൊടുക്കുന്ന പോലെ കൊടുക്കുക. കാരണം ലോകം, ജഡം, സാത്താൻ, ഇത് മൂന്നും നമ്മുടെ ഉള്ളിൽ സിൻഫുൾ നേച്ചർ ഉള്ളതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം പറയുമ്പോൾ നമുക്ക് ഒരർത്ഥത്തില് ഇങ്ങനെ വേണമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണേ പറയാം, സേവ്ഡ് സിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നീതീകരിക്കപ്പെട്ട് കർത്താവിന്റെ ആ നീതിയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ടാണല്ലോ ട്രസ്റ്റ് എന്നൊരു വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആശ്രയിച്ച് പോകേണ്ടതായിട്ടുണ്ട്, ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ലോകത്തിലേക്ക് വഴുതി തെറ്റിപ്പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും. നോക്കുക, ആത്മീകരായ നിങ്ങൾ. ഇവിടെ പറയുന്ന, മേളിൽ പറയുന്ന 22-ാം വാക്യത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം.
ഇതിനകത്ത് സൗമ്യത ആത്മാവിന്റെ ഫലമാണ്. ആത്മീയർ എന്ന് പറഞ്ഞ ആരാണ്? ദോസ് ഹു ആർ വാക്കിംഗ് അക്കോർഡിംഗ് ടു സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകളോടാണ് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ യാതൊരുവിധ വാദഗതിയും ഇല്ല, അല്ലെ അയാളുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് അവരെ ലജ്ജിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ ഒരാളെ തിരുത്താൻ പോയി ഇരിക്കുമ്പോൾ അയാളെക്കാൾ മെച്ചമാണ് ഞാനെന്ന് അവകാശപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല, വഴിയുമില്ല. ഇവിടെ പറയുന്നുണ്ട്, നീയും അല്ലെ ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. അതൊരു വാണിംഗാണ്. അപ്പൊ നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ്. അയാൾ ഇപ്പോൾ വീണു, ഒരുപക്ഷെ നീ നിൽക്കുന്ന അവസ്ഥയാണ് ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷം നീയും വീഴാം. കാരണം ഈ ലോകം പലപ്പോഴും വളരെ വഞ്ചന നിറഞ്ഞ ലോകമാണ്. ലോകം നമ്മളെ പാപജടത്തെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ഇന്നത്തെ ലോകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പാപം ചെയ്യാനുള്ള ടെൻഡൻസിയും ലോകത്തിന്റെ തെറ്റായ പാറ്റേണും കൂടെ ചേരുമ്പോൾ ഒരു പാപത്തിൽ വീഴാം. അപ്പോൾ ഞാൻ പറയുമ്പോൾ പാപം ചെയ്യാത്ത മനുഷ്യരില്ല. ഒരു ക്രിസ്ത്യാനി പോലും അവകാശപ്പെടാനായിട്ട് സാധിക്കത്തില്ല എനിക്ക് പാപമില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ പലതിലും തെറ്റിപ്പോകുന്നു എന്ന് മഹാനായ അപ്പസ്തോലനായിട്ടുള്ള യാക്കോബ് അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്. നാം പലതിലും തെറ്റിപ്പോകുന്നു. നാം അദ്ദേഹത്തോടെ കൂട്ടിയാണ്. അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനും വലിയൊരു ആത്മീക മനുഷ്യനും ഒക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നാം പലതിലും തെറ്റിപ്പോകും, നമ്മളൊക്കെ തെറ്റിപ്പോകുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളൊരു പാറ്റേൺ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് സൗമ്യമായ ഒരു സമീപനത്തോടു കൂടി വേണം പോകണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. ഒരു മൂപ്പന്റെ സ്വഭാവം അല്ലെങ്കിൽ ഒരു പാസ്റ്റർ സ്വഭാവത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. അത് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാവും. നോക്ക്, ഒടുക്കം പറഞ്ഞേക്കുന്ന വീണ്ടും ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത് സാധിക്കുമെന്ന് വീണ്ടും പറയുകയാണ്. താൻ അങ്ങനെ ആയിരുന്നു എന്ന് തൻ്റെ മൈൻഡ് സെറ്റാണ്, അല്ലെ? താൻ മനസ്സിലാക്കിയ ദൈവത്തിൽ താൻ പ്രാപിച്ച പാറ്റേൺ തന്നെയാണ്. ഇവിടെ സൗമ്യത എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, കൺട്രോൾഡ് സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്ന് പറഞ്ഞാല് ഇപ്പൊ 1000, 2000, 2 ടണ്ണ് 2.5 ടണ്ണൊക്കെ തൂക്കമുള്ള വലിയ കുതിരകളെ ചെറിയ ഒരു കടിഞ്ഞാൺ വെച്ചാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ നോക്കുക, അതിന്റെ ആരോഗ്യവും അതിന്റെ ആ ഉശിരും അതിന്റെ ശക്തിയും ഒക്കെ വളരെ കൺട്രോൾഡാണ്. ആ വായിലിട്ടിരിക്കുന്ന കടിഞ്ഞാണം കൊണ്ട് അത് കൺട്രോൾഡാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. നമുക്ക് ഒത്തിരി ജാടയും അഹങ്കാരവും ഒക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ കഴിവുള്ള ആളാണ്. പല നിലയില് വലിയ ഇലക്ട്രന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയ വിദ്യാസമ്പന്നനായിരിക്കും, വലിയ ധനികനായിരിക്കും, ഏതൊക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവിടെ അതെല്ലാം കൺട്രോൾ ചെയ്യണം പരിശുദ്ധാത്മാവിനെ. അതിന് നമ്മൾ ഒരിക്കലും നമ്മുടെ ശക്തിയിൽ ഒരു കാര്യവും ചെയ്യാതെ നാം ദൈവശക്തിയാൽ ചെയ്യണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവിന്റെ ആത്മാവിനാലാണ്, സൈന്യത്താലോ ശക്തിയാലോ അല്ല. ഈ ലോകത്തിലെ ഭൗതികമായ ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കർത്താവിന്റെ ദാസനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനായിരിക്കും, ശാന്തത മുഖമുദ്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തെറ്റ് ചെയ്ത ആളെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഷൂസിൽ ഇറങ്ങി നമ്മൾ നിൽക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷുകാരുടെ പരത്തിൽ പറയുമ്പോൾ ഷൂസിൽ ഇറങ്ങി നിൽക്കുക എന്ന് അവർ പറയാറുണ്ട്. പലപ്പോഴും അതിന്റെ അർത്ഥം അദ്ദേഹമായിരുന്ന ആ സാഹചര്യത്തിൽ നാം ആയിരുന്നെങ്കിലും നാം തെറ്റിപ്പോയനെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ ഈ വീണ ഒരാളെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് വളരെ സൗമ്യമായ സമീപനം ആവശ്യമുണ്ട്. അത് സ്പിരിറ്റ് കൺട്രോൾഡ് ആയിരിക്കണം, ആത്മനിയന്ത്രിതമായിരിക്കണം, അതുപോലെ സൗമ്യതയോടെ ആയിരിക്കണം. ഈ 2 കാര്യമാണ് എന്നെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സൗമ്യത എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവിധമായിട്ടുള്ള എസ്റ്റിമേറ്റ്, നമ്മളെ സംബന്ധിച്ചൊക്കെ ഒത്തിരി ഓവർ എസ്റ്റിമേറ്റിംഗ് ഉള്ള ആളുകളാണ് നമ്മൾ. അതൊക്കെ കൺട്രോൾ ചെയ്ത് സൗമ്യതയുടെ മുഖമാണ്. നമുക്കറിയാം, അതിന് ഏറ്റവും വലിയ ഉദാഹരണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. 11-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിലെ 28-29 വാക്യങ്ങൾ പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയ എന്റെ മുഖമേറ്റു എന്നോട് പഠിപ്പിക്കും. കാരണം ആരോടാ പറയുന്നത്?
പറയുന്നത് അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ. ഇവിടെ പല പാപത്തിന്റെ ഭാരത്താൽ സങ്കടപ്പെടുന്നവരും ദൈവത്തോടൊന്ന് അടുത്ത് ചെല്ലണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പാപത്തിൽ കുടുങ്ങിപ്പോയവരും ഈ വിശ്വാസ മാർഗത്തിലൊക്കെ പരാജയപ്പെട്ട് കാലിടറിപ്പോയവരും ഇനി എനിക്കൊരു രക്ഷയുമില്ല എന്ന് വിചാരിച്ച് വാണ്ടർ ചെയ്യാൻ തുടങ്ങുന്നവരുമായ ആളുകളെയാണ് കർത്താവ് വിളിക്കുന്നത്. കർത്താവിന്റെ ആ സ്വഭാവത്തെ സംബന്ധിച്ച് കർത്താവ് വിളിക്കുകയാണ്, എൻ്റെ അരികിൽ വരുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെന്ന നിലയിൽ അല്ലെങ്കിൽ പാസ്റ്റർമാരെന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും കർത്താവുമായിട്ട് എപ്പോഴും ഒരു ഓൺഗോയിങ് കൺസൾട്ടേഷൻ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മളും പലതിലും കുടുങ്ങിയും പല പ്രശ്നത്തിലൂടെയൊക്കെയാണ് എന്ന് ആത്മപരിശോധന ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ 42-ാം അധ്യായം യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, അവനെ ചതഞ്ഞ ഓട ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തുകയില്ല. ഇതാണ് മിനിസ്ട്രി. യഥാർത്ഥത്തിൽ കർത്താവിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം അതാണ്. ചതഞ്ഞ ഓടാന്ന് പറഞ്ഞാൽ വീക്കാണ്, അത് എപ്പം വേണേലും ഒടിഞ്ഞു പോകാം, വളരെ ബലഹീനമാണ്. നമ്മുടെ സഭാജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അനേകം ആളുകളിൽ പല ആളുകളും ഒരു ചതഞ്ഞ ഓട പോലെയാണ്. പലപ്പോഴും വളഞ്ഞു കുത്തി പോവും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞ് തകർന്നു പോവും. അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളാണ്. അവര് പാപത്താൽ ഞാൻ മുമ്പേ പറഞ്ഞു, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവർ എന്ന് പറഞ്ഞു. ഇതാണ് വല്ല തെറ്റിലോ അകപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ സാത്താന്യമായ ആക്രമണമോ അല്ലെങ്കിൽ ലോകത്തിന്റെ വലിയ സ്വാധീനങ്ങളോ മറ്റുള്ളവരുടെ പ്രഷറോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പാപത്തിൽ വീണു പോകാം. അപ്പൊ ഇങ്ങനെ കുടുങ്ങിപ്പോയ ആളുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഹമ്പിൾ ആയിരിക്കണം. നമ്മൾ ഒത്തിരി സ്ട്രോങ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നമ്മളൊരു ഹഡിൽ അല്ലെങ്കിൽ ഒരു കടിഞ്ഞാണിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ആൾക്കാരായിരിക്കണം. നമുക്കെപ്പോഴും ഒരു വളരെ തകർച്ചയോടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇതിന് അനേക ഉദാഹരണമുണ്ട്, അനേകം ആളുകളെ കുറിച്ച് ഉദാഹരണം. ഇപ്പൊ ദാവീദ് രാജാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഇടയനെ പോലെ പെരുമാറിയ ആളാണ്. പക്ഷെ ഒരിക്കലും ഇംപെർഫെക്റ്റ് ആണ്, ഒരിക്കലും പൂർണ്ണമല്ല. കർത്താവായ യേശുക്രിസ്തുവാണ് റിയൽ സോഴ്സ്. റിയൽ എക്സാമ്പിളും പാറ്റേണും കർത്താവ് മാത്രമാണ്. കർത്താവ് പറഞ്ഞു, സൗമ്യതയും താഴ്മയും ഉള്ളവനാകെ. ഇതാണ് പറഞ്ഞേക്കുന്നത്. തകർന്ന ജീവിതങ്ങളോട് അദ്ദേഹം അവിടുന്ന് വിളിക്കുകയാണ്, സൗമ്യത, ഞാൻ ദൈവമാണ്, പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ആളാണ്, അല്ലെ, നിന്നെ ചമച്ച ആളാണ്. പക്ഷെ ഞാൻ ഇന്നൊരു മനുഷ്യനാണ്, നിന്നെ പോലെ മാംസവും മജ്ജയും രക്തമുള്ളൊരു മനുഷ്യനാണ്. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പിതാവിന്റെ ശബ്ദം ശ്രമിച്ച് അവനെ അനുസരിക്കാൻ ന്യായപ്രമാണം എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്, അല്ലെ. കാരണം കർത്താവ് എത്രയോ സഹനത്തിലൂടെയാണ്, അല്ലെ, മാൻ ഓഫ് സോറോ എന്നാണ് കർത്താവ് അറിയപ്പെടുക. സങ്കട മനുഷ്യനായിരുന്നു, പാപികളുടെ കൂടെ എണ്ണപ്പെടുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആളുകളുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന ആളായിരുന്നു. സാധാരണക്കാരിലും സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ടാണ് കർത്താവായിട്ട് യേശുക്രിസ്തു ജീവിച്ചത്. അവരുടെ അടുത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ അരികിൽ വരാമെങ്കിൽ നിങ്ങൾ നശിച്ചു പോകേണ്ട ആവശ്യമില്ല, പിന്മാറിപ്പോകേണ്ട ആവശ്യമില്ല, പരാജയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. അതെ, നിങ്ങൾക്ക് എന്നിൽ റെസ്റ്റ് എടുക്കാം, എന്നിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താം. കാരണം ഞാൻ സൗമ്യതയും താഴ്മയുള്ളവരാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും, കർത്താവിന്റെ അടുത്ത് വന്ന ആളുകളെ സംബന്ധിച്ച് ഈ കരുണയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, അല്ലെ, ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ പിടിച്ചവന്റെ അടുത്ത് കൊണ്ട് നിർത്തിയതിന് ശേഷം കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ടൊക്കെ ഉള്ള ആൾക്കാർ കൂടി കല്ലുമൊക്കെ പെറുക്കിയിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞൊരു കാര്യം, പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? മകളെ, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത്. കർത്താവ് ഇപ്പോഴും അതാ പറയാനുള്ളത്. സമാധാനത്തോടെ കർത്താവ് വലിയൊരു സമാധാനം അവൾ കൊടുത്തു. പലപ്പോഴും നമുക്കൊരു പറ്റുന്ന ഒരു പ്രയാസം, പാപം ചെയ്തതിന് ശേഷം നമ്മളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും പാപത്തിലൊക്കെ പെട്ടുപോയാൽ പിന്നീട് വലിയ കുറ്റബോധം മറയ്ക്കാനായിട്ട് സ്വയം നീതിമാനായിട്ട് ശ്രമിക്കാൻ ഒത്തിരി അതിക്രമങ്ങൾ നമ്മൾ ചെയ്യും. എന്നാൽ ഈ കുറ്റബോധം ഉണ്ടാകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുറ്റബോധം എന്ന് പറഞ്ഞ ആ മനസാക്ഷിയുടെ ആ വിളി എന്ന് പറയുന്നത് ദൈവം ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ദൈവം നേരിട്ട്, ഞാൻ ക്രിസ്തു എന്നുള്ളത് പറഞ്ഞതിന് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് പിതാവായ ദൈവത്തെ സംബന്ധിച്ച് പറയുക, ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പാപത്തെക്കുറിച്ച് ഒരു ആശ്വാസമൊന്നും ഇരിക്കാൻ പറ്റാതെ ഈ ഒരു സ്ട്രഗിളും ഒരു ഭാവബോധവും ഒരു വല്ലായ്മയും പക്ഷേ അത് കുറ്റബോധത്തിലേക്കൊക്കെ മാറാവുന്ന രീതിയിലൊരു ഉള്ളിൽ വല്ലാത്തൊരു കലക്കം ഉണ്ടാകുന്നതിന് കാരണം ദൈവം ഇടപെടുന്നതുകൊണ്ടാണ്. ദൈവം പറയുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 10 പറയുന്നുണ്ട്, പരീക്ഷയോടുകൂടി പോക്കുവഴി ഉണ്ടാക്കുക. നമ്മൾ പരീക്ഷിക്കപ്പെട്ട് പാപത്തിൽ വീണു പോയാൽ ഒരു പോക്കുവഴി ഉണ്ടാക്കി തരുന്ന ആളാണ് ദൈവം. കാരണം ദൈവം നമ്മിൽ ആരംഭിച്ച ഒരു പ്രവൃത്തിയാണ് നമ്മുടെ സാൽവേഷൻ. അത് ഇങ്ങനെ ഒരു ഓൺഗോയിങ് ഒരു പ്രോസസ്സാണ്. അത് ക്രിസ്തു വരുമ്പോഴേക്കും
പാപജടത്തിന് നീക്കം വരുന്ന ആ തേജസ്കരണ സമയം വരെ ഈ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെയൊക്കെ കർത്താവാണ് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്, നമുക്ക് അതിൽ നിന്ന് രക്ഷാമാർഗം ഒരുക്കുന്നത്. നമ്മുടെ ആന്തരിക സംഘർഷം ദൈവത്താൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സാധിക്കും. ഏതായാലും കൊള്ളാം. അത് ഈ ദാസനെ കുറിച്ച് പറയുമ്പോൾ ദോഷം ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. എങ്ങനെയായി കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ പറയുന്നത് ദോഷം സഹിക്കുന്നവനുമായിട്ട് അത്ര ഇരിക്കണം. എന്തായി ദോഷം സഹിക്കുന്നത്? നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുക. അല്ലെ, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാതെ നമ്മെക്കുറിച്ച് അപവാദം പറയുകയോ അനുചിതമായിട്ട് നമ്മൾ ഇടപെടുകയോ അത് ആദരവ് തരേണ്ട സമയത്ത് നമുക്ക് തിരസ്കരണവും പുച്ഛവും ലഭിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. കർത്താവ് അങ്ങനെയുള്ള ഒരാളാണ്. കർത്താവ് പറഞ്ഞു, ഇത്രയും അതിസൗമ്യനായ കർത്താവ്, ആ കർത്താവിന്റെ ആത്മാവിന്റെ ഫലമാണ് നമ്മുടെ ഉള്ളിൽ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടാകുന്നതാണ് സൗമ്യത. ആ സൗമ്യതയുടെ ആത്മാവിൽ വേണം യഥാസ്ഥാനപ്പെടുത്തുവാൻ. കാരണം ആളുകൾ പിശാചിന്റെ കെണിയിൽപ്പെട്ട് കുടുങ്ങിയ ആൾക്കാരാണ്. അവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിനായിട്ട് അവർക്ക് മാനസാന്തരം നൽകുമോ എന്നും പിശാചിൽ പിടിപെട്ട് കുടുങ്ങിയരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാണ്. എത്ര ഹമ്പിളായിട്ട് ദീർഘക്ഷമയോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ നമുക്ക് തന്നിരിക്കുന്ന പാറ്റേണുകളിലെല്ലാം ഇങ്ങനെയാണ്. കർത്താവ് ഏറ്റവും ഒന്നാമത്തെ പാറ്റേൺ. നമുക്ക് ജോസഫിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ജോസഫ് എന്താ ചെയ്തേ? ജോസഫ് ഒരു ക്ഷമയുടെ വീരനായിരുന്നു, അല്ലേ? അദ്ദേഹത്തെ അടിമയായിട്ട് വിൽക്കുകയും വല്ലാതെ മുറിവേൽപ്പിച്ച് കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ അടിമക്കച്ചവടക്കാർക്ക് വിറ്റതിന് ശേഷം നോക്കുക, അദ്ദേഹം പിന്നീട് പോയ പോക്കിൽ അദ്ദേഹം ഏതാണ്ട് ദീർഘവർഷം 13 വർഷത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു, ഡഞ്ചനിൽ അടയ്ക്കപ്പെട്ടു. ഇത്രയും ഹീനമായ നൈൽ ഡെൽറ്റ പ്രദേശത്തൊക്കെയുള്ള എല്ലാവിധമായ അശുദ്ധിയും എല്ലാവിധ കീടബാധയും ഒക്കെയുള്ള ഒരു ജയിലിൽ താൻ കഴിയേണ്ടതായിട്ട് വന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ദീർഘവർഷം താൻ കിടന്ന് അനുഭവിച്ചു തൻ്റെ സഹോദരങ്ങൾ തന്നോട് ചെയ്ത ദ്രോഹം. ആ ദ്രോഹം എങ്ങനെയാണ് ആ സഹോദരന്മാരെ റീസ്റ്റോർ ചെയ്തത് ഈ മനുഷ്യൻ എന്നുള്ളത് നോക്കുകയാണ്. അദ്ദേഹം സൗമ്യതയുള്ള മനുഷ്യനായിരുന്നു. അത് ക്ഷമാശീലനായ ഒരു മനുഷ്യൻ, ദീർഘക്ഷമയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർ മടങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിന് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അത് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവരെ കെയർ ചെയ്തു, അവർക്ക് താമസത്തിന് സ്ഥലവും ഭക്ഷണവും ഒക്കെ ഒരു കൊടുത്തു. ഒന്നൊരു പരിശോധിച്ച് നോക്കി, അദ്ദേഹം ഒരു വൈസ് മാൻ ആയിരുന്നു, ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇവരുടെ ജെനുവിനായിട്ട് ഇവർക്കൊരു മാനസാന്തരം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചാണ് അവരോട് അങ്ങനെ ഇടപെട്ടു. ഈ കർത്താവ് ഇടപെടുന്നത് ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇനി പാപം ചെയ്തതെന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തിയ ആളുകളോടൊക്കെ കർത്താവ് പറയുന്നുണ്ട്, അല്ലെ? ഇതൊരു വലിയ കാര്യമാണ്. അപ്പൊ ആ സൗമ്യതയുടെ ആത്മാവ് വളരെ പ്രധാനമാണ്. സൗമ്യമായ ഒരു സമീപനം ഉണ്ടായില്ലെങ്കിൽ ആളുകളെ നശിപ്പിക്കാനേ പറ്റുള്ളൂ. ഒന്നാമതേ അവര് ചതഞ്ഞ ഓടെയാണ്, അത് ഓടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളവിടെ പോയി ബലം പ്രയോഗിച്ചാലോ നമ്മളുടെ നീതി വെച്ചുകൊണ്ട് സംസാരിച്ചാലോ ഞാനങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പരീക്ഷം പറഞ്ഞ പോലൊക്കെ പറഞ്ഞാൽ അവര് നേടാൻ പറ്റുമോ? വീണ ഒരാളെ എണ്ണിപ്പിക്കണമെങ്കിൽ അയാളുടെ കീഴിലേക്ക് വരണം, നമ്മുടെ കൈകൾ അയാളുടെ താഴേക്ക് പോകണം. അയാളെ കഴിഞ്ഞ് താണാൽ മാത്രമേ അയാളെ ഉയർത്തുവാനായിട്ട് സാധിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, റെസ്റ്റോർ ചെയ്യുന്നതിൽ സ്വർഗസ്വനായ പിതാവിന്റെ മാതൃകയായിട്ട് നിൽക്കുന്ന മുടിയനായ പുത്രനെ പൊടികൽസനെ കുറിച്ച് പറയുമ്പോൾ നോക്കുക, ദൈവത്തിന്റെ കാര്യം, ദൈവ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഒരു പിതാവിന്റെ ശരിക്കുള്ള മാതൃകയാണ് അത്. ആ 5-ാം അധ്യായം ലൂക്കോസ് വിശേഷത്തിലെ മുടിയനായ പുത്രന്റെ പിതാവ്. അദ്ദേഹം തെറ്റി, അദ്ദേഹം പിതാവിനെ വിട്ടുപോകാൻ മുറുക്കി പിടിച്ചൊന്നുമില്ല. നമുക്ക് സ്വാതന്ത്ര്യം തന്നെ, നമുക്ക് പാപം ചെയ്യാം, പിന്മാറിപ്പോകാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ദൈവത്തിന്റെ കരുണ, അതെ, കരുണാസമ്പന്നനായ ദൈവമോ, റിച്ച് ഇൻ മേഴ്സി, പോള് പറയുന്നതാണ്, അല്ലെ? എഫേസ്യർ 2-ാം അധ്യായത്തില് 3-ാം വാക്യത്തിലെന്ന് തോന്നുന്നു, അല്ലെ? ദൈവമോ, കരുണാസമ്പന്നനായ ദൈവമോ. ദൈവത്തിന്റെ കരുണ എത്ര അഗാധമാണ്. ക്രിസ്തുവിലൂടെ നമ്മൾ കണ്ടത് കരുണ മാത്രമാണ്. ഈ കരുണയാണ് ആളുകളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ളത് നമുക്കാണ്. നമ്മളല്ല അവരെ രൂപാന്തരപ്പെടുന്നത്, വലിയ കരുണയാണ് പ്രദർശിപ്പിച്ചത്. മകൻ ദൂരെ നിന്ന് വരുമ്പോൾ ഓരോ ദിവസവും അവന്റെ മാറ്റത്തിനായിട്ട് മടങ്ങി വരവനായിട്ട് കാത്തിരുന്നു ആ പിതാവ്. ദൈവിക ഇടപെടൽ നമുക്കറിയാം. നമ്മൾ അകന്നു പോയാലും, ആടുകളെ കുറിച്ചുള്ള ഉദാഹരണമൊക്കെ നമ്മളിപ്പോ ഇതിന് പിന്നാലെ നമ്മൾ പറയുന്നുണ്ട്. ഇത്ര അകന്നു പോയാലും അവരെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു നല്ല ഇടയനാണ്. ആ ഇടയ മനസ്സാണ് ദൈവത്തിന്റെ ദാസന്മാർ നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം കർത്താവ്, അതെ, നല്ല ദാസനെ എന്ന് പറയുന്ന ഒരു ദിവസം, അല്ലെ? നമ്മുടെ വിചാരണയിൽ ഏൽപ്പിച്ച ആളുകൾക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുക,
അല്ലെ, അവരുടെ മേൽ കർത്തൃത്വം നടത്താതെ അവരെ ശുശ്രൂഷിക്കുക, അവരുടെ പ്രയാസങ്ങൾ അവരോട് കൂടെ ആ പ്രയാസം ഷെയർ ചെയ്യുക, അല്ലെ, തമ്മിൽ ഭാരങ്ങളെ വഹിക്കാനാ പറയുന്നത്. ഗലാത്യർ 6 പറയുന്നത്, അല്ലെ, 2 വാക്യം, തമ്മിൽ ഭാരങ്ങളെ വഹിക്കണം. കാരണം ഓവർ ബേർഡനായിട്ട്, വീക്കായിട്ട്, സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം, അങ്ങനെ അനേക പ്രശ്നങ്ങൾ ഉണ്ടെന്നേ. ഇപ്പം നമ്മുടെ വിശ്വാസികളായിട്ടുള്ള സൗകര്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഷോൾഡർ, നമ്മുടെ ചുമല് വെച്ച് കൊടുക്കുവാൻ, അവരുടെ ഭാരം ഷെയർ ചെയ്യുന്ന രീതിയിൽ എല്ലാം കർത്താവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവിനായിട്ട് ആ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാലേ നമ്മുടെ മിനിസ്ട്രി സക്സസ് ആവുള്ളൂ. കരുണയുടെ പ്രസക്തി അപാരമാണ്, നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ധാരാളം കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ചുരുങ്ങിയ സമയം എൻ്റെ മുന്നിലുള്ളൂ. അപ്പോൾ ഞാൻ ഇത് പറയുന്ന പോലെ തന്നെ രണ്ടാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നതാണ് സഹിഷ്ണുതയോടുള്ള ചുവടുവയ്പ്പുകൾ. അതിനെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ആ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മിനിസ്ട്രിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് 18-ാം അധ്യായം മുഴുവൻ പറഞ്ഞത്. ക്ഷമയെ, അതുപോലെ ഒരു മിനിസ്റ്ററുടെ മാനസികാവസ്ഥ, അവിടെ തമ്മിൽ വലിയ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ സേർവ് ചെയ്യണമെങ്കിൽ, ആളുകളെ രക്ഷിക്കണമെങ്കിൽ, ആളുകളെ കർത്താവിനെ പോലെ ആക്കി വളർത്തണമെങ്കിൽ, അല്ലെ, ഇവിടെ വെച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലെ, ദേത്രയോസ് എന്ന് പറയുന്ന ആള് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് അദ്ദേഹം ചെയ്തത്. പവർ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇന്നും ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അധികാരം കൈയാളി വയ്ക്കുവാൻ വേണ്ടി മിനിസ്റ്റർ ചെയ്യുന്നവരുണ്ട്, പണം സമ്പാദിക്കാൻ വേണ്ടി മിനിസ്റ്റർ ചെയ്യുന്നവരുണ്ട്, ആളുകളുടെ മേൽ കർത്തൃത്വം നടത്തുക, അത് ചില ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയൊക്കെയുണ്ട്. നമ്മളിതിനൊന്നും പോലെ ക്രിസ്തു മാതൃക, അപ്പോസ്തലനായ പൗലോസിന്റെ മാതൃക, ഇവിടെ കർത്താവ് പറയുന്ന ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ 18-ാം അധ്യായം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് റെസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് പിന്നില്ല പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് പാറ്റേൺ, നമ്മൾ തിരിഞ്ഞൊരു ശിശുക്കളെ പോലെയാണ്, വലിയവനാൻ ആഗ്രഹിക്കുന്ന ആള്, അവിടെ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മയാണ് വലുപ്പത്തിന്റെ ആരംഭം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ചെറിയ വിശ്വാസികൾക്ക് ഒരിക്കലും ഇടർച്ച ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് 15-ാം വാക്യത്തിൽ, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവനെ ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് ചുക്രജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്കറിയാം അപ്പസ്തോലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവനെ ഒഴിച്ചു കളയുക. 2-3 വട്ടം ബുദ്ധി ഉപേക്ഷിച്ച് സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ ഒഴിക്കുവാനായിട്ട് ടൈറ്റസിന്റെ 3-ാം അധ്യായം, തീത്തോസ് 3:10-11 പറയുന്നുണ്ട്. കാരണം അത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് അവസാനം സംസാരിക്കാം. ഇവിടെ പറയുന്നത് ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ പോണതെന്നുള്ളത്, അല്ലേ, വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് പഠിച്ചു. ക്ഷമിക്കാനുള്ള കാര്യത്തെക്കുറിച്ചാണ്, ക്ഷമയുടെ ആവശ്യകതയെക്കുറിച്ചാണ് പിന്നീട് മുന്നോട്ട് കർത്താവ് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഈ 15-ന് ശേഷം അവസാനം വരെ, അല്ലേ. അവിടെ പറയുന്നൊരു കാര്യം, സഹോദരൻ നിന്നോട് വിളിച്ചാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റവന് ബോധപ്പെടുത്തുക. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ക്വൈറ്റ് പേഴ്സണലാണ്. നമുക്ക് പലപ്പോഴും ഒരു കാര്യമുണ്ട്, ഈ റെസ്റ്റോർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു അഹങ്കാരം വരാനുള്ള സാധ്യതയുണ്ട്. എന്താ, ഞങ്ങള് ഹൈ ക്ലാസ്, നിങ്ങൾ ലോ ക്ലാസ്സും ആണെന്ന്. ഇവിടെ അതല്ല. ആ സ്വകാര്യത സൂക്ഷിക്കണം, അവന്റെ ഡിഗ്നിറ്റി സൂക്ഷിക്കണം, അവന്റെ അന്തസ്സ് സൂക്ഷിച്ചുകൊണ്ട് അവനോട് സംസാരിച്ച് വളരെ താഴ്മയോടെ, എന്നിട്ട് അവനെ ഉദ്ദേശം എന്താണ് എങ്കിൽ സഹോദരനെ നേടി, അല്ലെ, അവൻ നിന്നെ കേട്ടാൽ, അല്ലെ, നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അതാണ് ലക്ഷ്യം, റെസ്റ്റോറേഷനാണ് ലക്ഷ്യം, വേറെ ഒന്നുമല്ല. നമുക്ക് ആളുകൾ ആകാനുള്ള കാര്യം സ്ഥലമല്ലത്. അപ്പം ഒരു നിലയിലും നമ്മൾ എത്ര താണിട്ടും അദ്ദേഹം സ്റ്റിൽ സ്റ്റബണായിട്ട് നിൽക്കുകയാണെങ്കിൽ 2 പേരെയോ 3 പേരെയോ സാക്ഷികളുടെ വായ്മൊഴിയാലെല്ലാം ഉറപ്പാക്കാനായിട്ട് അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയോട് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് ഒരാളെ പുറത്താക്കാൻ വേണ്ടിയില്ല, നേടാൻ വേണ്ടിയുള്ള എന്നാ പറഞ്ഞിരിക്കുന്നത്, ഓൺഗോയിങ് പ്രോസസ്സാണ്, ഒരു ലോങ് ടേം പ്രോസസ്സാണ്. കാത്തിരിക്കണം, അല്ലെ. തിബിരിയാസ് കടത്തീരത്ത് പത്രോസിന്റെ യഥാസ്ഥാനത്തിന് വേണ്ടി അധികാലത്ത് മഞ്ഞ് വീഴുന്ന പ്രഭാതത്തിൽ കർത്താവ് പ്രാതലൊക്കെ ഒരുക്കി കാത്തു നിന്ന പോലെ കർത്താവ് എന്നും അങ്ങനെ തന്നെയാണ്, അല്ലെ. റെസ്റ്റോറേഷൻ അത് കർത്താവിന്റെ ഏറ്റവും വലിയൊരു സ്വഭാവ ആട്രിബ്യൂട്ട്സ് അല്ലേ. ആ കർത്താവിനെ പോലെ ആറ്റിറ്റ്യൂഡ്സിലും മനോഭാവത്തിലും ആയിത്തീരാനായിട്ടാണ് അല്ലെ അവിടെ പറഞ്ഞേക്കുന്നത്. കർത്താവ് പറഞ്ഞ അനേകം ജാതന്മാരിൽ ആദ്യജാതൻ ആകണം. കാരണം കർത്താവിന്റെ സ്വഭാവമുള്ള ഒത്തിരി ജാതന്മാർ വേണം, അതാണ് പിതാവിന്റെ ഇഷ്ടം എന്നുള്ളത്. ഏതായാലും കൊള്ളാം, സഭയെ കൂട്ടാക്കാഞ്ഞാൽ എന്നാ ചെയ്യുക, അവിടെ പറയുന്നത് അവനുമായിട്ടൊരു സെപ്പറേഷൻ, അവനെ മാറ്റി നിർത്തുന്ന കാര്യം പിന്നീടാണ് പറയുന്നത്. പക്ഷെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, വളരെ പ്രാർത്ഥനാപൂർണ്ണം. ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ഈ കാര്യത്തിന് വേണ്ടി കർത്താവിന്റെ സ്പെഷ്യൽ പ്രസൻസ് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിനായിട്ട് ഒരാളെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എത്ര
തയ്യാറാകാറുണ്ട്. ഒരു സഭയിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷയം അങ്ങോട്ട് പറഞ്ഞു, ഈ കാതിൽ പോയി, മൂപ്പന്റെ ഭാര്യയോട് പറഞ്ഞു, മൂപ്പന്റെ ഭാര്യ മറ്റു ഭാര്യമാരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് പോവുക. പലയിടത്തും അതൊക്കെയാണ് സംഭവിക്കുന്നത്. വലിയ ഗൗരവം അതിനകത്തുണ്ട്. കാരണം ഇതിന്റെ ലക്ഷ്യം നേടുക എന്നുള്ളത്, നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ല. അല്ലെ, കർത്താവ് കൊടുത്ത് സമ്പാദിച്ച ഒറ്റ കുഞ്ഞുങ്ങളെ പോലും അവർക്ക് അതാ പറഞ്ഞ, ഈ ചെറിയവരിടത്ത് ഇടർച്ച വരുത്തിയാൽ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ ചാടുന്ന അതിഭേദമെന്ന് കർത്താവ് വാണിംഗ് തന്നിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ ഈ കാര്യം റെസ്റ്റോറേഷൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഇതൊക്കെ കേട്ടപ്പം പത്രോസ് ചോദിച്ചോ പറഞ്ഞു, 7 പ്രാവശ്യം മതിയോ? അത് അവരുടെ റുട്ടീനായി. നോ, 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൺഎൻഡിങ്, ഒരു വലിയ സംഖ്യ. അത് കൂട്ടിക്കുടിക്കാനൊന്നും പറ്റത്തില്ല. ആ നിലയിലുള്ള അത്രയും ക്ഷമിക്കുക എന്നുള്ളതാണ്. ജോസഫിന്റെ പാറ്റേൺ അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തുവേണ്ടി ജോസഫ് പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്, ഉൽപ്പത്തി 50:20 പറയുന്നുണ്ടല്ലേ, നിങ്ങളോ എനിക്ക് ദോഷനായിട്ട് നിരൂപിച്ചു, ദൈവമോ അതിന്ന് ബഹുജനത്തിന് ജീവരക്ഷ വരുത്താൻ നന്മയ്ക്കായിട്ട് തീർത്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം പോലും അങ്ങനെ പറയാം ജോസഫിന്റെ ജീവിതത്തിലെ ക്ഷമാ ജീവിതം. ആ സഹോദരന്മാർക്ക് വളരെ വിഷമിച്ച് ദുഃഖിച്ച് പറഞ്ഞു, നിങ്ങൾ കരയേണ്ട, ബുദ്ധിമുട്ടണ്ട എന്ന്. നിങ്ങൾ എനിക്ക് ദോഷമാണ് നിരൂപിച്ച് എന്നെ അടിമയാക്കി വിറ്റു, എന്നെ വല്ലാതെ മർദ്ദിച്ച് കൊല ചെയ്തു, ഞാൻ എന്റെ യൗവനം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വന്നു, അല്ലെ? പക്ഷേ ദൈവം അതിനെ നന്മയ്ക്കായിട്ട് മാറ്റി. ആ ഒരു സെൻസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി മാത്രം ഞാൻ വളരെ വേഗത്തിൽ മൂന്നാമത്തെ ഒരു പാറ്റേൺ, അത് സ്നേഹാധിഷ്ഠിത ശിക്ഷണം എന്നുള്ളതാണ്. ഞാൻ ഓർത്തിരിക്കാനായിട്ട് 3 സായിൽ ആരംഭിച്ചു, സൗമ്യമായ സമീപനം, സഹിഷ്ണുതയോടുള്ള ചുവടുവയ്പ്പുകൾ, മുന്നോട്ട് വളരെ ലോങ് സഫറിങ്ങിൽ കാത്തിരുന്നവരെ നേടുക. മൂന്നാമത് സ്നേഹാധിഷ്ഠിത ശിക്ഷണം. എബ്രായ ലേഖനം 10:6 കാണുന്നുണ്ട്, താനെ സ്നേഹിക്കുന്ന ഏത് മകനെയും അല്ലെ ശിക്ഷിക്കുന്നു, അല്ലെ? താൻ ഇഷ്ടപ്പെടുന്ന പ്രിയപുത്രനെ സ്നേഹിക്കുന്ന മകനെ തല്ലുന്നു എന്നാണ്. ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അടുത്തത് തല്ലുന്നു. ഒന്ന് ചാസ്റ്റൈസ്മെന്റ് എന്നുള്ള ആശയമാണ് തല്ലുക എന്ന് പറയുന്നത്, മറ്റേ കറക്ഷനാണ്. അപ്പോൾ ഒരു പിതാവിന്റെ അതേ സ്പിരിറ്റിൽ നമുക്കറിയാം, ലൂക്കാ 15-ാം അധ്യായത്തിലെ പിതാവിനെ തന്നെ എടുത്തോളൂ. അവന്റെ ജീവിതത്തിലും ശാസനയൊക്കെ എത്തിയിട്ടുണ്ട്. അവൻ ചെന്ന ദേശത്ത് അവൻ അനുഭവിച്ച ദുരിതം, ആ പ്രൊഡിഗൽ സൺ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് അവൻ്റെ ആ ദുരിതവും വേദനയും, അവൻ പോയ വഴി അവൻ പോകട്ടെ എന്ന് വിചാരിച്ച പിതാവിന്റെ കണ്ണവന്റെ മേലുണ്ടായിരുന്നു. അവന്റെ ഹൃദയം ആ മനുഷ്യനോടുകൂടി പോയി, മകനോടുകൂടി പോയി. പക്ഷെ അവന് കുത്തുകൊണ്ട് ഹൃദയത്തിൽ. കാരണം പിതാവ് എങ്ങനെയാണ് എന്ന് പുറത്തിറങ്ങി ലോകം വീക്ഷിച്ചപ്പോൾ, ലോകത്തിലെ മനുഷ്യരുടെ സ്വാർത്ഥതയും ദുഷ്ടതയും ഒക്കെ അവൻ അനുഭവിച്ചപ്പോൾ, അവന് മറ്റാരുമില്ല എന്ന് വന്നപ്പോ അവൻ എൻ്റെ പിതാവ് എത്രയോ നല്ലവന്റെ വീട്ടിൽ എത്രയോ സൗഭാഗ്യജനത്തിന്റെ ബാല്യക്കാർ നിന്ന് ശേഷിപ്പിക്കുന്ന പോലും എനിക്ക് ഇവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി, അത് ദൈവിക ഇടപെടലാണ്. മുമ്പേ പറഞ്ഞ പോലെ ആ മാനസാന്തരത്തിന് പിന്നിൽ ദൈവം തന്നെയാണ്, പിതാവിന്റെ ഇടപെടലിലാണ് അവൻ മടങ്ങി വരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്ന തല്ലുന്നു എന്ന് പറയുന്ന ഒരു വാക്ക്, അത് കറക്ഷൻ അല്ലെങ്കിൽ കറക്ഷനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്, അല്ലെ? നമ്മൾ പറയും ഉപദേശത്തിനും ശാസനത്തിനും, അല്ലെ, ഗുണീകരണത്തിനും. ശാസനം ഓപ്പണായിട്ട് നമ്മുടെ പാവങ്ങൾ എടുത്ത് വെക്കുക, കറക്റ്റ് ചെയ്യുന്നതാണ് ഗുണീകരണം. പിന്നെ നീതിയിലെ അഭ്യസനത്തിനൊക്കെ ഈ വചനം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ശിക്ഷണം തല്ലുന്നു എന്ന് പറയുമ്പോൾ ചാസ്റ്റൈസ്മെന്റ് ആണ്. അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്, അല്ലെ? എബ്രാഹിമിനെ കുറിച്ച് യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 18-20 വാക്യം വായിച്ചാൽ, അല്ലെ, എന്താ പറഞ്ഞേക്കുന്നത്? അദ്ദേഹം എബ്രാഹിം പാപം ചെയ്തു, തുടർമാനമായിട്ട് റിബല്യസ് ആയിട്ട് പാപം ചെയ്ത ഒരു ഗോത്രമാണ് എബ്രാഹിം, ഏറെ സ്നേഹിക്കപ്പെട്ട ഗോത്രം. പക്ഷെ അവര് അവസാനം ദൈവത്തിന്റെ ഇടപെടലിൽ അവർക്ക് മാനസാന്തരം വരിക. അപ്പം ഇങ്ങനെ പറയുന്നു, ഞാൻ മരുക്കമില്ലാത്ത കാളക്കുട്ടിയെപ്പോലെ. അതിന്റെ അർത്ഥം യാതൊരുവിധ അനുസരണവും ഇല്ലാത്ത അഹന്തയോടുള്ള ഒരു കാള പണ്ടൊക്കെ വണ്ടിക്ക് കെട്ടാൻ പരിശീലിക്കപ്പെടുന്ന ചിത്രം അവിടെ യെരമ്യാ ഉപയോഗിക്കും. അതെ, മരുക്കമില്ലാത്ത കാളക്കുട്ടിയെപ്പോലെ, അല്ലെ? ഇപ്പോൾ ഒടുവിൽ ഞാൻ ഉപദേശം പ്രാപിച്ചു, അല്ലെ, എന്നൊരു ശിക്ഷണം പ്രാപിച്ചു. അതെ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ മടങ്ങി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവം പറയുന്നു, ദൈവം അങ്ങോട്ടേയല്ല, പിതാവിനെ പോലെയല്ല പറയണം, എബ്രാഹിം എൻ്റെ വത്സലപുത്രൻ, എൻ്റെ ഓമന കുട്ടിയോ, ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിന് സ്ഥായി തോന്നും. അതെ, ഇതാണ് ആ ഒരു സ്പിരിറ്റ് നമുക്ക് എപ്പോഴും കാണണം. അപ്പോൾ വളരെ കഷ്ടതയിലൂടെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വരാം. മരുക്കമില്ലാത്ത കാളക്കുട്ടി ഒരുപക്ഷെ മുടിയനായ പുത്രൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അനുസരണക്കേടും മത്സരവും അതുപോലെ നാണം കെട്ട പാവജീവിതവും ഒക്കെ ജീവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ മടങ്ങി വരും. നമുക്കറിയാം, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് 1 കൊരിന്ത്യർ 5:5 നമ്മൾ കാണുന്നത് എന്താണ്? ഒരു മനുഷ്യൻ തൻ്റെ അപ്പന്റെ മദറുമായിട്ട്, ഭാര്യയുമായിട്ട്, അവന്റെ സ്റ്റെപ്പ് മദറുമായിട്ട് ഒരു അശുദ്ധ ജീവിതം ജീവിക്കുന്നുണ്ടായിരുന്നു. സഭ പോലും ആ കാര്യം അറിഞ്ഞിട്ട് സഭയെ അംഗീകരിച്ചു, സിമ്പിളായിട്ട് കണ്ടു. പലപ്പോഴും പാപത്തെ വളരെ സില്ലിയായിട്ട് കാണുകയാണ്. നമ്മൾ ആ പാപത്തെ വളരെ ഗൗരവമായിട്ട് കാണുകയും അതുപോലെ ഈ മനുഷ്യന്റെ റെസ്റ്റോറേഷൻ
വളരെ ആഗ്രഹിക്കുകയും നമ്മൾ ചെയ്യണം. പാപത്തെ കഠിനമായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് അതിനകത്തെ യാതൊരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ച് അവസാനം എന്താ പറഞ്ഞേ? അവനെ ജഡസംഹാരത്തിന് സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൂരെയാണെങ്കിലും സഭയോട് ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മല തീരുമാനം എന്തിനാണ്? അവിടെ ഈ റെസ്റ്റോറേഷനാണ്. അവന്റെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ നാളിൽ അവൻ രക്ഷ പ്രാപിക്കേണ്ടത് അവനെ ജഡസംഹാരത്തിന് ഏൽപ്പിക്കണം എന്ന് കൽപ്പിച്ചു. പിന്നീട് അവന് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ അവനോട് കരുണ കാണിക്കണം എന്ന് പറയുകയുണ്ടായി. കരുണ വല്ലാത്തൊരു വിഷയമാണ്. ഇവിടെ കരുണ തന്നെയാണ് ഈ പറയുന്ന എഴുത്തുകാരനായ പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയത്. കരുണ അദ്ദേഹത്തെ രക്ഷിക്കുക മാത്രമല്ല, ഷേപ്പ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് കരുണ ലഭിച്ചു, അല്ലെ എന്റെ ശുശ്രൂഷ തന്നെ കരുണ ലഭിച്ച, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ആ കരുണയോട്, ആ മേഴ്സിയോട് റിഫ്ലക്ട് ചെയ്ത് താൻ ഒത്തിരി കഷ്ടം സഹിച്ചും ഒത്തിരി അധ്വാനിച്ചും തന്റെ ജീവിത അവസാനം ഒരു മരത്തടിയിൽ കഴുത്ത് വെട്ടേറ്റ് മരിക്കുന്ന സമയം വരെ താൻ ആ കരുണയെ റിഫ്ലക്ട് ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും കരുണ ലഭിച്ചവരാണ്, അല്ലെ? മുമ്പോ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ, പണ്ട് ജനമല്ലാത്തവർ ഇപ്പൊ പ്രിയപ്പെട്ടവർ. നമുക്ക് പിതാവിശുദ്ധനായിരിക്കുന്ന പോലെ സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ സൽഗുണപൂർണ്ണാകാൻ ആയി തീർന്നുകൊണ്ട് നമുക്ക് ഈ മിനിസ്ട്രിയിൽ ഏറ്റവും കാരുണ്യം കർത്താവിനെ പോലെ. സൽഗുണപൂർണ്ണത എന്ന് പറയുന്നത് സിൻലെസ് പെർഫെക്ഷൻ അല്ല, അത് ദൈവത്തിന് മാത്രമല്ല. പക്ഷെ കർത്താവ് ചെയ്യുന്ന കണ്ടുകൊണ്ട്, കർത്താവിന്റെ പാറ്റേൺ കൊണ്ട്, പിതാവിന്റെ സ്വഭാവം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും പാപികൾക്കും എല്ലാവർക്കും മഴ പെയ്യുകയും അതുപോലെ തന്നെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ ബെനവലന്റ് ആയിട്ടുള്ള ആ സ്വഭാവം, അതിലേക്ക് വളരെ നമ്മളെ സഹായിക്കട്ടെ. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കും എന്ന യാക്കോബിന്റെ ലേഖനം 2:13 വാക്യത്തിൽ നമ്മളൊക്കെ ദൈവത്തിന്റെ സന്നിധി പോരുന്ന ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പ്രത്യേകിച്ച് മിനിസ്റ്റേഴ്സ് 1 കൊരിന്ത്യർ 3 നാം അത് അഗ്നി കൊണ്ട് ശോധന ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വളരെ ഗൗരവമേറിയ ഒരു ദിവസമാണ് ആ ദിവസം. പക്ഷെ കരുണ കാണിച്ചാൽ അത് വേറെ നമ്മുടെ എക്സ്ട്രാ കരുണ, നമ്മുടെ കരുണയൊന്നും കാണിക്കാൻ പറ്റില്ല, നമ്മുടെ പ്രോപ്പർട്ടി ഒന്നും അല്ല. ഇത് കർത്താവ് രക്തം കൊടുത്ത് സമ്പാദിച്ചതുകൊണ്ട് പാറ്റേൺ നോക്കുക, ദാവീദിനെ നോക്കുക, അല്ലെങ്കിൽ ജോസഫിനെ നോക്കുക, കർത്താവിനെ നോക്കുക. എന്തിനാ? ദൈവത്തെ തന്നെ നോക്കുക. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. ആ രക്തവിലയാണ് ഈ സഭ. അതുകൊണ്ട് നമുക്ക് സൗമ്യതയോടെ, താഴ്മയോടെ, നമ്മളും വീഴാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ആളുകളെ റെസ്റ്റോർ ചെയ്യാൻ കരുണയുടെ ശുശ്രൂഷയിൽ നമുക്ക് വളരാം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാൻ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായ ആത്മീയ ചിന്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മുടെ മിനിസ്ട്രിയിൽ കരുണയുടെ അനിവാര്യത, ചർച്ച് മിനിസ്ട്രിയിൽ കരുണയുടെ അനിവാര്യത, അതിനെക്കുറിച്ച് സുവിശേഷങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തുവാൻ ദൈവം നൽകിയ ഈ അവസരം ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ആയിരിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തുന്നവരാണോ എന്ന ഒരു ചോദ്യം, ആ കരുണയുടെ മുഖച്ഛായ ഉള്ളവരാണോ എന്ന ചോദ്യത്തോടുകൂടെയാണ് നമ്മൾ ഇവിടെ ഈ ക്ലാസ് ശ്രദ്ധിച്ചത്. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്താം. ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളോട് വാസ്തവമായിട്ട് നമുക്ക് പ്രതികരിക്കാം. കർത്താവെ, എന്നെ ഒരു കരുണയുള്ള വ്യക്തിയായി ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ നിർത്തണമേ എന്ന് ഈ സമയത്ത് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം.